നമുക്കിന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള റെസിപ്പി നോക്കാം. ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ സോയ ഉലർത്തിയതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഏതായാലും നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സൈസിലെ സോയ ചങ്ക്സ് ആണ്. ഇത് മുറിക്കണ്ട, മുഴുവനായിട്ട് തന്നെ നമുക്കിടാം. അപ്പോൾ ഈ സോയ ചങ്ക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അത് ആദ്യം നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെക്കണം. തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പൂടെ ഇട്ട് സോയ ചങ്ക്സ് ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ഒരു വെള്ള കളറിലെ കറയൊക്കെ പോകുന്നത് കാണാം. പിന്നെ ഇതിനാവശ്യമുള്ളത് 2 സവോള, 2 തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. പിന്നെ ആവശ്യമുള്ള പൊടികൾ ഏതൊക്കെയാന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ആവശ്യമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ഒരു അടികട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആദ്യം അതിലേക്ക് ഇടണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റി കുറച്ച് കഴിഞ്ഞിട്ട് ഇഞ്ചി പച്ചമുളകിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ സവോള ചേർക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, നീളത്തിലരിഞ്ഞ സവോളയാണ്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ എടുത്തു വെച്ചേക്കുന്ന പെരുംജീരകത്തിൻ്റെ പകുതിയും ഗരം മസാലയുടെ പകുതി വീതമേ ഇപ്പോൾ ഇടാവൂ. അതെന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം. അത്രയും ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു 2 മിനിറ്റ് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോൾ നമുക്ക് തക്കാളി നന്നായിട്ട് സവോളയായിട്ട് യോജിച്ച് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാം. ആ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് സോയാബീൻ ഇട്ട് നന്നായിട്ട് വഴറ്റണം. സോയാബീൻ്റെ എല്ലാ സോയാബീനിലും അതിൻ്റെ ആ ഗ്രേവി പറ്റി പിടിക്കണം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളം ഒരിക്കലും ഒരു കറിയിലും ചേർക്കാൻ പാടില്ല. അപ്പോൾ ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും കാണില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള സോയാബീൻ്റെ കറി നമുക്ക് കാണാം. അപ്പോൾ ഇനി അതിൽ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കണ്ട കുരുമുളക് പൊടി അതിൽ ചേർക്കണം. പിന്നെ ബാക്കിയുള്ള ഗരം മസാലയും പെരുംജീരകവും അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അന്നേരം തന്നെ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നമുക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയൊക്കെ ചേർത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറയണം. താങ്ക് യു.